വസ്തുക്കളുടെ അതുമായി ബന്ധമുണ്ട്. ഇതൊക്കെ ബാഹ്യമായി കിടക്കുന്നതാണെങ്കിൽ സ്ഥൂലമായി വളരെ അടുത്ത് അവൻ്റെ ശരീരം, അവളുടെ ശരീരം, ആ കല്ല്, ആ മണ്ണ്, ആ ഇരുമ്പ്, ആ ചെമ്പ്, ആ പിച്ചള എന്നൊക്കെ പറയുന്ന പുറത്ത് കാണുന്ന വസ്തുക്കളോടുള്ള ബന്ധം പോലെ ഇവയെല്ലാം കടഞ്ഞെടുത്ത് സൂക്ഷ്മമായതാണ് നിങ്ങളുടെ കോശങ്ങളായി നിൽക്കുന്നത്. അതിനകത്തും ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളാണ് ആ പിണ്ഡാണ്ഡമായി കാണപ്പെടുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം എത്ര വലുതാണോ അതിൻ്റെ ചെറിയൊരു രൂപമായൊരു പിണ്ഡാണ്ഡം നിങ്ങളോടൊപ്പം അതിനകത്ത് നിങ്ങൾ കയറിയാണ് ഈ വന്നിരിക്കുന്നത്. അതിനോടുള്ള മമത ഇതിനേക്കാളെല്ലാം കൂടുതലാണ്. ഭൂമിയിലെ അടിയിൽ കിടക്കുന്നതോ പുറത്ത് കിടക്കുന്നതോ ആയി കിടക്കുന്ന ഇരുമ്പിൻ്റെ ഒരു ചെറിയ അംശമാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഇരുമ്പിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് പുറത്തുള്ള ഇരുമ്പിനോടും, ആ സ്വർണം ഇരിക്കുന്നത് കൊണ്ടാണ് പുറത്തുള്ള സ്വർണത്തോടും, ആ കോബാൾട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് പുറത്തുള്ള കോബാൾട്ടിനോടും നിക്കലിനോടും ഒക്കെ നിങ്ങൾക്ക് ഈ ബന്ധം വരുന്നതും. അവയൊക്കെ അതിൻ്റെ ചേതനയിൽ പുറത്തുള്ളതിനോട് ബന്ധപ്പെടാൻ വിപുലമായിക്കൊണ്ടിരിക്കും. ആ ബന്ധത്തിൻ്റെ ആഴവും പരപ്പുമനുസരിച്ച് അത് നിങ്ങളെ വിട്ട് അതിൻ്റെ സ്വഗതമായ രൂപത്തിലേക്ക് പോകാൻ, നിങ്ങളും അതും ചേർന്നുണ്ടാക്കുന്ന ഈ കൂട്ടുകെട്ടുകളിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ ഉള്ള ഒരു ആവേഗവും, അതുപോലെ തന്നെ ഈ കൂട്ടുകെട്ട് നിലനിർത്തുവാനുള്ളൊരു ആവേഗവും ആകർഷണ വികർഷണ നിയമങ്ങളിൽ സദാസർവദാ നിങ്ങളിൽ തന്നെ പ്രകടമായിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല. ഈ ബന്ധങ്ങളൊക്കെ കർമ്മം മുഖേന ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെയൊക്കെ ആധാരം കർമ്മമാണ്. ദൃഷ്ടവും അദൃഷ്ടവും ആയ കർമ്മങ്ങളാണ് ഇതിന് മുഴുവൻ കാരണമെന്നാണ് ഗീത ഇവിടെ പറയുന്നത്. കാരണം അനേക കർമ്മങ്ങൾ ഇതിനിടയിൽ നടക്കുന്നു. കാരണം ഭൂമിയിൽ നിന്ന് വെണ്ടയും പാവലും ഒക്കെ നടുക, അതൊരു കർമ്മമാണ്. അവിടെ കൊണ്ട് കർമ്മം തീരുന്നില്ല. ആ വെണ്ടയും പാവലും ഒക്കെ ഈ നട്ടവനേക്കാൾ സൂക്ഷ്മമായി മണ്ണിൽ നിന്ന് ഇരുമ്പും ചെമ്പും പിച്ചളയൊക്കെ വലിച്ചെടുക്കുക. സൂര്യപ്രകാശത്തിൽ അത് പാകം ചെയ്യുക, അതതിൻ്റെ കായായി വരിക. എത്ര കർമ്മമുണ്ടെന്ന് നോക്കണം. ഈ കർമ്മം രൂപാന്തരപ്പെട്ട് കായായി നിൽക്കുമ്പോൾ നിങ്ങൾ പറിച്ചു തിന്ന് അത് തിന്നുക, നിങ്ങളുടെ അച്ഛൻ പറിച്ച് തിന്നുക, അമ്മ പറിച്ച് തിന്നുക, അവരിലത് പചിക്കുക. കർമ്മങ്ങളുടെ ഒരു പരമ്പരയാണിത്. അത് പചിച്ച് രൂപാന്തരപ്പെട്ട, അത് പചിക്കുന്ന ഓരോ രീതിയും നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടെ അറിവില്ലായ്മയിൽ, നിങ്ങളുടെ രാഗത്തിൽ, നിങ്ങളുടെ ദ്വേഷത്തിൽ ഒക്കെ പങ്കുവഹിക്കും. അതുകൊണ്ട് ഇതെല്ലാം ഒരുപോലെ ഇരിക്കില്ല. അതിൻ്റെ കർമ്മത്തിനെടുക്കുന്ന സമയം, അതിൻ്റെ അധിഷ്ഠാനം, അതിൽ കർത്താവായി പ്രവർത്തിക്കുന്ന ചേതനൻ, പാവലിൽ കർത്താവായി പ്രവർത്തിക്കുന്ന ചേതനനും വാഴയിൽ കർത്താവായി പ്രവർത്തിക്കുന്ന ചേതനനും രണ്ടായതുകൊണ്ടാണ് പാവലിലേത് കഴിക്കുന്നതും വാഴയിലേത് കഴിക്കാതിരിക്കുന്നതും. മനസ്സിലായില്ല? ആ ചേതനൻ ബന്ധമുള്ളതാണ്. ആത്മാവ് ഒന്നാണെങ്കിലും ഈ ചേതനൻ വ്യത്യസ്തമാണ്. കാരണം അത് വാസനകളോട് കൂടിയതാണ്. അപ്പോൾ അതിനനുഗുണമായി വരുന്ന ദേശകാല വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള നിരന്തരവും നിതാന്തവുമായ കർമ്മമാണ് ഈ പ്രപഞ്ചം. ഇങ്ങനെയാണ് ഭാരതീയർ ശാസ്ത്രം പഠിക്കുന്നത്. ഇങ്ങനെയല്ല നിങ്ങൾ ആധുനിക ശാസ്ത്രം പഠിച്ചിരിക്കുന്നത്. Am I right? ഏതാണ് കൂടുതൽ സത്യത്തോടടുത്തിരിക്കുന്നത്, ഏതാണ് കൂടുതൽ കള്ളത്തരമൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കാരണം നിങ്ങൾ ഇത്രയും കാലം പഠിക്കാൻ ചിലവാക്കിയ കാശുമൊക്കെ വെച്ച് നിങ്ങൾ പഠിച്ചത് സത്യവും ഭാരതീയർ പഠിച്ചത് അന്ധവിശ്വാസവുമാണ്. ഇത് കാശ് മുടക്കിയാൽ പഠിക്കാനും പറ്റില്ല.
എപ്പോൾ കാശ് മുടക്കാൻ തോന്നുന്നോ അപ്പോൾ ഇതുപോലും ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലേ ഞങ്ങൾ പഠിപ്പിക്കുകയുള്ളൂ. കാരണം കാശും ആധുനിക ശാസ്ത്രവുമായി അത്രയും ബന്ധമുണ്ട്. നിങ്ങളിതൊക്കെ പഠിച്ചിട്ട് പോയാലും നിങ്ങളൊരു സമൂഹത്തോട് പറയാനായിട്ട് പോകുമ്പോൾ കാശിന് താല്പര്യം നിങ്ങൾക്ക് എപ്പോൾ ജനിക്കുന്നു അന്നേരം മുതൽ നിങ്ങൾ ഈ സിദ്ധാന്തങ്ങളൊക്കെ മാറ്റിമറിച്ചിട്ട് ആധുനിക ശാസ്ത്രത്തെ കോട്ട് ചെയ്തുകൊണ്ട് ഇത് പഠിപ്പിക്കും. ശരിയല്ല. അത്രേ ഉള്ളൂ, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് കോറൊരിക്കലും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്ന ആളുകൾക്ക് അത് അരോചകമാണ്, അതെനിക്കറിയാം. നല്ലപോലെ മനസ്സിലാകുന്നവർക്ക് എൻ്റെ ഇടയ്ക്കുള്ള ഒരു ചോദ്യം അവൻ്റെ തലച്ചോറിനകത്ത് ഡിമ്മെന്നങ്ങ് വീഴും. പക്ഷേ വെറുതെ വായും പൊളിച്ചിരിക്കുന്നവരെ കാണുമ്പോൾ ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് മനസ്സിലായവരോടല്ല എൻ്റെ ചോദ്യം, അവർ ആ സമയത്ത് കേൾക്കാതിരിക്കുന്നത് തന്നെയാണ് ഉത്തമം. നല്ലപോലെ മനസ്സിലായി നല്ല കോറിൽ പോകുമ്പോഴായിരിക്കും ഈ ചോദ്യം വരുന്നത്. ഇസ് നോട്ട് അല്ല നല്ലപോലെ മനസ്സിലായി പോകുമ്പോഴാണ് ഈ ചോദ്യം വരുന്നതെങ്കിൽ ആ ചോദ്യത്തിനകത്തൂടെ ഞാൻ കയറിക്കൂടുമ്പോൾ നിങ്ങൾക്കൊരു പ്രതിയോഗി ഉണ്ടാവും. എങ്ങനെ വിഷമം വരും. പക്ഷെ ഞാൻ ചോദിക്കുന്ന എൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നവരിൽ പലരും ഇതൊന്നും മനസ്സിലാകാത്ത പോലെ ഇരിക്കുമ്പോൾ അറിയാതെ ചോദിച്ചു പോകുന്നതാണ്. ക്ഷമിക്കണം. അപ്പോൾ പാവലും വെണ്ടയും ഒക്കെ ഈ കർമ്മ ചെയ്യുന്നത്. നിങ്ങൾക്ക് കർമ്മം മനസ്സിലായില്ല എന്ന് നിങ്ങളുടെ തിരിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മം നിരന്തരമായി വന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ പാവയ്ക്കയോ വെണ്ടയ്ക്കയോ പടവലങ്ങയോ കഴിച്ച മനുഷ്യന് അത് ബീജമാകണമെങ്കിൽ അയാളിൽ നടക്കുന്ന കർമ്മ നൈരന്തര്യമുണ്ട്. പാചനത്തിൻ്റെ അവിടെ അഗ്നിയും സോമവും എല്ലാം പങ്കെടുത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ മുഴുവൻ കത്തിച്ച് ദഹിപ്പിച്ച് രൂപാന്തരപ്പെടുത്തി 13 അഗ്നികളിൽ രൂപാന്തരപ്പെടുത്തി 7 ധാതുക്കളായി പരിണമിച്ച് ശുക്രധാതുവായി വന്നാൽ മാത്രം പോരാ, അതിന് വൈകാരികക്ഷമതയുണ്ടാവണം, അത് പ്രവർത്തനക്ഷമമാകാൻ. അതുപോലെ അപ്പുറത്ത് അണ്ടവും ഈക്വലായി. അത് വീണ്ടും സംയോജിച്ചാൽ അതിന് യോജിക്കാൻ തോന്നണം. യോജിക്കാൻ തോന്നിയില്ലെങ്കിൽ അത് ശ്രവിച്ചു പോവുകയുള്ളൂ. യോജിച്ചാൽ അതിനകത്തെ പാചന പ്രക്രിയ മുഴുവൻ, ഇത് മുഴുവൻ കർമ്മമാണ്. കർമ്മ നൈരന്തര്യമല്ലാതെ യാതൊന്നും ഇതിലില്ല. അതതിൻ്റെ സ്വാഭാവികതയിൽ വരുന്ന കർമ്മമുണ്ട്. പഴയ ആളുകൾ അത് നോക്കിക്കാണുകയും അതിലൂടെ സന്തോഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്നങ്ങനെയല്ല. ഇന്നതിൻ്റെ സ്വാഭാവിക കർമ്മത്തെക്കാൾ ആയിരക്കണക്കിന് ആളുകൾ അതിലെ കർമ്മമായിരിക്കുന്ന ദേവതയെ മാറ്റിമറിക്കാൻ ഇടപെടുന്ന തലത്തിലായി. മനസ്സിലായില്ല? അതാണ് ഭിഷഗ്വരന്മാരും പരിചയക്കാരും ബന്ധുക്കളും എല്ലാം ഇതിൻ്റെ ഇടയിൽ കയറി കൂടുന്നത്. പാവലും വെണ്ടയൊക്കെ വെച്ചാൽ അതിൽ നിന്ന് വെണ്ടയ്ക്കയും പാവയ്ക്കയും ഒക്കെ കിട്ടും. കുറേ പുഴുക്കൾ തിന്നും. അപ്പുറത്ത് അതിനകത്തേക്ക് കർമ്മമായി ഇടപെടുന്ന ആ പുഴുക്കളെ കൊല്ലാൻ ഇടപെടും വിഷങ്ങളുണ്ടാക്കിയവൻ. മനസ്സിലായില്ല? വിഷം തളിക്കാൻ പോകുന്നവൻ. അതിന് യൂറിയയും ഫാക്ടംബോസും ഒക്കെ ആയിട്ട് കുറേ മാന്യന്മാർ കൂടിയും ചുമന്ന് ചോട്ടി നിൽക്കും. കാരണം അതും കർമ്മമാണ്. അപ്പോൾ കർമ്മത്തിൻ്റെ സപ്ലൈ ഇഷ്ടം പോലെ കൂടും. കർമ്മം എത്ര വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് വൈകൃതങ്ങൾ വർദ്ധിക്കും. കർമ്മത്തിൻ്റെ സ്വച്ഛന്തതയാണ് സുഖം. സുഖം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണമാണ് കർമ്മ നൈരന്തര്യം വരുന്നത്. ഇത് കർമ്മത്തിൻ്റെ സിദ്ധാന്തമാണ്. എത്ര നിങ്ങൾ സ്വച്ഛന്തമാണോ, നൈസർഗികമാണോ, സ്പോണ്ടേനിയസ് ആണോ, അത്രയും കർമ്മം നന്നാവും.
അത്രയും കർമ്മം ലിമിറ്റഡ് ആവും. കർമ്മത്തിൽ പരിശീലനം കൊടുക്കുമ്പോഴെല്ലാം